ചതിക്കപ്പെട്ട ഭർത്താവിനെ കിട്ടിയതെല്ലാം വാരിയെടുത്ത് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞില്ല ആ ഭാര്യ. വീടിന് പുറത്തേക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആ വീട്ടമ്മയാണ് ജയിലിലായ ഭർത്താവിനിറക്കാൻ രാപ്പകലുകളില്ലാതെ നെട്ടോട്ടമോടിയത്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും ബിസിനസ്സിൽ നേരിട്ട ചതിയും ഭാര്യ ഇന്ദ്ര നൽകിയ സപ്പോർട്ടും അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന മനുഷ്യനെ അങ്ങനെയൊന്നും ഒരു മലയാളി മറക്കില്ല. ജനകോഴികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യം മലയാളികളുടെ മനസ്സിൽ ഒരു ചിരിയായി, ഒരു പരസ്യവാചകമായി, ഒരു വലിയ സ്വപ്നമായി. കുടിയേറ്റത്തിന്റെ വലിയൊരു പങ്ക് അദ്ദേഹം തന്നെ അതിൽ അഭിനയിച്ചതിനാലാണ് അതിനു മുമ്പോ ശേഷമോ അത്തരമൊരു റിസ്ക് എടുക്കുവാൻ ആരും തയ്യാറായിട്ടുമില്ല. അറ്റ്ലസ് രാമചന്ദ്രൻ എന്നറിയപ്പെടുന്ന എം രാമചന്ദ്രൻ എന്ന മലയാളിയുടെ ജീവിത കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, വിജയങ്ങൾ, തകർച്ചകൾ, വിശ്വാസം എന്നിവയൊക്കെ ചേർന്ന ഒരു അതിശയകരമായി മാറിയ മുതുക്കര് മുത്തേടത്ത് രാമചന്ദ്രൻ എന്ന എം രാമചന്ദ്രനിൽ നിന്നും അറ്റ്ലസ് രാമചന്ദ്രനായി മാറി അദ്ദേഹം നടത്തിയ ജീവിതയാത്ര. 1942 ജൂലൈ 31 തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് രാമചന്ദ്രന്റെ ജനനം. രാമചന്ദ്രന്റെ പിതാവ് കമലാകര മേനോൻ ഒരു കവിയായിരുന്നു. കമലാകര മേനോന്റെ 8 മക്കളിൽ മൂന്നാമനും രണ്ടാമത്തെ മകനുമായിരുന്നു രാമചന്ദ്രൻ. ചെറുപ്പം മുതൽ തന്നെ ധനകാര്യ മേഖലയിൽ താല്പര്യം കാണിച്ചിരുന്നു. രാമചന്ദ്രൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് കൊമേഴ്സ്യൽ ബിരുദം നേടി. ഡൽഹിയിലെ ബാങ്കിംഗ് മേഖലയിലാണ് അദ്ദേഹത്തിന്റെ കരിയറും ആരംഭിച്ചത്. കാനറ ബാങ്കിൽ ബാങ്കിംഗ് സ്റ്റാഫായി അദ്ദേഹം ജോലി നോക്കി. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അവിടെയായിരിക്കുമ്പോൾ പൂർത്തിയാക്കുവാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലേക്ക് മാറി. അവിടെ ഫീൽഡ് ഓഫീസറായും അക്കൗണ്ടന്റ് മാനേജറായും അദ്ദേഹം പ്രവർത്തിച്ചു. അവിടെ നിന്ന് മാറുമ്പോഴേക്കും അദ്ദേഹം 100-ലധികം ശാഖകളുടെ ഒരു സൂപ്രണ്ടായിരുന്നു. 1974 അദ്ദേഹം കുവൈറ്റ് സിറ്റിയിലേക്ക് മാറി. അവിടെ അദ്ദേഹം അന്താരാഷ്ട്ര ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. ലോകത്ത് സ്വർണ്ണാഭരണങ്ങൾക്കായുള്ള വലിയ ഡിമാൻഡ് മനസ്സിലാക്കിയ അദ്ദേഹം 1981 കുവൈറ്റിലെ സൂഖ് അൽ വദിയിൽ ആദ്യത്തെ അറ്റ്ലസ് ഷോറൂം ആരംഭിച്ചു. അവിടെ നിന്ന് പിന്നെ അറ്റ്ലസ് ജ്വല്ലറിയുടെയും രാമചന്ദ്രന്റെയും വളർച്ചയായിരുന്നു. പുതിയതായി 50ഓളം ശാഖകൾ തുറന്നു. 3000-ലധികം ജീവനക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തു. 2010കളുടെ അവസാനത്തിൽ രാമചന്ദ്രന്റെ അറ്റ്ലസ് സാമ്രാജ്യം തകർച്ച നേരിടുവാൻ തുടങ്ങി. UAE-യിലെ 15-ലേറെ ബാങ്കുകളിൽ നിന്നും 550 ദശലക്ഷം ദിർഹം, ഇന്ത്യൻ മണി ഏകദേശം 1000 കോടിയോളം രൂപ അറ്റ്ലസ് ഗ്രൂപ്പ് വായ്പെടുത്തിരുന്നു. ബാങ്ക് വായ്പ തിരിച്ചടവ് വൈകിയതും 5 കോടി ദിർഹത്തിന്റെ ചെക്കുകൾ മടങ്ങിയതിനെ തുടർന്നും രാമചന്ദ്രന്റെ കമ്പനി പൂർണ്ണമായും നഷ്ടം നേരിട്ടു. ബാങ്കുകൾ രാമചന്ദ്രന്റെ പേരിൽ പരാതി നൽകി. 2015 ദുബായ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 3 വർഷത്തിലധികം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം അന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ പ്രശസ്തമാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജയിക്കേണ്ടതില്ല, പക്ഷേ വീണാലും അതിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള ധൈര്യം വേണം. പല അഭിമുഖങ്ങളിലും ജീവിതത്തിൽ വിശ്വാസവും ധൈര്യവും നഷ്ടപ്പെടരുതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക സ്വർണ്ണ വ്യാപാരത്തിൽ അറ്റ്ലസ് ജ്വല്ലറി മെഗാ ഓഫറുകൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. സ്വർണ്ണക്കട്ടികൾ മുതൽ ആഡംബര കാറുകൾ വാങ്ങുന്നവർ വരെ ഉദാരമായ സമ്മാനങ്ങൾ നേടി. 1 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകി. ഇത് പിന്നീട് അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന മുദ്രാവാക്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഗൾഫിൽ മലയാളികൾക്ക് ഒരു വിശ്വാസ ബ്രാൻഡ് സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു രാമചന്ദ്രൻ. പരസ്യങ്ങളിലൂടെ ബിസിനസ് ലോകത്ത് സ്വന്തം മുഖം തന്നെ ബ്രാൻഡാക്കിയ ആദ്യ മലയാളി. തന്നെ ദത്തെടുത്ത നാടായ ഗൾഫിലും ജന്മനാടായ കേരളത്തിലും സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, സിനിമ, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിലും അദ്ദേഹം നൽകിയ പങ്ക് വളരെ വലുതാണ്. UAE-യിലെ സ്കൂളുകളിൽ അദ്ദേഹം നിരവധി സ്വർണ്ണ മെഡലുകൾ നൽകി. കേരളത്തിലെ പരിമിതമായ സാമ്പത്തിക ശേഷിയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്കോളർഷിപ്പുകൾ നൽകി. ജ്വല്ലറിയുടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കയ്യിൽ സ്വർണം വാങ്ങാനുള്ള പണം കുറവുണ്ടെങ്കിൽ പോലും രാമചന്ദ്രൻ സാർ അത് മനസ്സിലാക്കി സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാനുള്ള വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗൾഫ് മേഖലയിലെ ഇസ്ലാമിക് സംഘടനകൾ നടത്തിയ ഖുർആൻ പാരായണം ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ചന്ദ്രകാന്ത് ഫിലിംസ് എന്ന ബാനറിൽ രാമചന്ദ്രൻ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ വൈശാലിയും 1994 പുറത്തിറങ്ങിയ സുഹൃതം എന്ന ചിത്രവും അദ്ദേഹം നിർമ്മിച്ച പ്രധാന ചിത്രങ്ങളാണ്. കൂടാതെ ഹോളിഡേ എന്ന ചിത്രം അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട്. നിരവധി മലയാള സിനിമകൾ രാമചന്ദ്രൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രമാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന ചിത്രത്തിലെ കോട്ട് നമ്പ്യാർ ഇന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്.
വെള്ള കോട്ടും സൂട്ടും ധരിച്ച് ചുവന്ന റോസാപ്പൂവും വെച്ച നിറഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ 2022 ഒക്ടോബർ 2 ബർ ദുബായ് ആസ്റ്റർമാൻബുൽ ഹോസ്പിറ്റലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ജനമനസ്സുകളുടെ വിശ്വസ്ത മുഖം ഓർമ്മയായി മാറി. അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ഡയലോഗ് ഇന്നും മായാതെ നമ്മളിൽ തങ്ങി നിൽക്കുന്നു. ജാതീയ ചിന്തകൾക്കും മതത്തിനും അതീതമായി ചിന്തിക്കുകയും തന്റെ ബിസിനസ് ശൃംഖല ലോകം മുഴുവൻ വളർത്തി കൊണ്ടുവരികയും ചെയ്ത വലിയ മഹനീയ വ്യക്തിത്വമായിരുന്നു രാമചന്ദ്രൻ്റേത്. ഇന്ന് നാം കാണുന്ന പല ബ്രാൻഡുകളിലെയും സ്വയം അവർ തന്നെ ബ്രാൻഡ് അംബാസഡർ ആവുകയും അവർ ബ്രാൻഡ് ആവുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് അറ്റ്ലസ് രാമചന്ദ്രനായിരുന്നു. ഇന്ന് പല ജ്വല്ലറികളുടെയും പല ടെക്സ്റ്റൈലുകളുടെയും അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെയായിരിക്കും. ഇത് ആദ്യകാലത്ത് അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യക്തി ചെയ്തപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കാനിടയായതാണ്. പക്ഷേ ഇന്ന് തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ബിസിനസ്സിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ചതികൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മുടെ ജീവിതയാത്രയിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നല്ല ആശയങ്ങൾ പുതിയതായി അവലംബിക്കുവാനുള്ള കരുത്തും നമുക്കുണ്ടാകുകയാണെങ്കിൽ അറ്റ്ലസ് രാമചന്ദ്രനെ പോലെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു ബിസിനസ്സുകാരനായി നമുക്കും മാറാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു.